വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹോങ്ഡേയിൽ പോവാണ്. ഹോങ്ഡേയിൽ നിറയെ പെറ്റ് കഫേസ് ഉണ്ട്, അതായത് ഡോഗ്, ക്യാറ്റ്, അങ്ങനെ കുറേ കഫേസ് ഉണ്ട്. നമ്മൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ല, ഹോങ്ഡേ എന്ന് പറയുന്നത് ഭയങ്കര നൈറ്റ് പാർട്ടി, അതുപോലെ തന്നെ ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നൈറ്റ് പോവുകയാണെങ്കിൽ, ഇപ്പോൾ സമയം 3 മണിയായി, അപ്പോൾ നൈറ്റൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല രസമായിരിക്കും കാണാൻ. അപ്പം ഞാൻ നിങ്ങളെയും കൊണ്ടുപോവാം. ആദ്യം നമ്മളിവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട്, ചങ്സിങ് പേഗി സ്റ്റേഷൻ. അവിടെ നിന്ന് നമുക്ക് സബ്വേ പിടിക്കണം. ഹോങ്കിക് യൂണിവേഴ്സിറ്റി അവിടെ പോയിട്ട് ഇറങ്ങണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ, ചങ്സിങ് പേഗി സ്റ്റേഷൻ. നമ്മൾ ഇവിടെ നിന്നാണ് സബ്വേ പിടിക്കുക. ഇവിടെ കൊറിയയിൽ യാത്ര ചെയ്യണമെങ്കിൽ നമുക്കൊരു ടീ മണി കാർഡ് വേണം. ഓക്കെ, ഈ ടീ മണി കാർഡ് ഇവിടെ സ്വൈപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സബ്വേ ആണെങ്കിലും ബസ്സാണെങ്കിലും എല്ലാത്തിലും അങ്ങനെ തന്നെ. ടീ മണി കാർഡ് റീചാർജ് ചെയ്യാൻ നമുക്ക് എല്ലാ സബ്വേയിലും ഓരോ മെഷീൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കത് റീചാർജ് ചെയ്യാൻ എളുപ്പമാണ്, ക്യാഷ് വേണമെന്നുള്ളൂ. അതുപോലെ തന്നെ കൺവീനിയൻസ് സ്റ്റോറിൽ പോയിട്ടും റീചാർജ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ സബ്വേയിൽ കയറി. സബ്വേയിലാണെങ്കിലും കൊറിയയിലുള്ള ജനറൽ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, ബ്ലൂ ഇങ്ങനത്തെ കളറിലാണ് ഡ്രസ്സ് ഇടുക. ഈ റെഡൊക്കെ നമുക്ക് റെയറായിട്ടേ കാണാൻ പറ്റുള്ളൂ. കൊറിയയിൽ കാണാൻ പറ്റുന്ന വേറൊരു അത്ഭുതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ചെറുപ്പക്കാരൊക്കെ എസ്കലേറ്റർ എടുക്കും, വയസ്സായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് വരും. ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, സബ്വേയിൽ മാത്രമല്ല, മോസ്റ്റ്ലി ഹൈക്കിങ്ങിനൊക്കെ പോകുന്നതും ചെറുപ്പക്കാരെക്കാട്ടിലും കൂടുതൽ വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ സബ്വേയിൽ കാണാൻ പറ്റുന്നത്, ഇങ്ങനെ സൈഡിൽ കുറേ ഷോപ്സ് ഉണ്ടാവും. ചില ഷോപ്സിലൊക്കെ ഓഫേഴ്സ് ഉണ്ടാവും, ചില ഷോപ്സിലൊക്കെ പ്രൈസി ആയിരിക്കും. പക്ഷേ ഇങ്ങനെ കുറേ ഷോപ്സ് ഉണ്ടാവും, നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. ഞങ്ങളിപ്പോൾ ഹോങ്ഡേയിലെത്തി. ഇനി മുതൽ ഞാൻ ഫുള്ള് മലയാളത്തിലാണ്, ടോക്കിംഗ് മലയാളം. സോ ഗൈസ്, നമ്മൾ ഹോങ്ഡേയിലെത്തി. പെട്ടെന്ന് കാറ്റ്. സോ ഞങ്ങളിപ്പോൾ ഡോഗ് കഫേയിലോട്ട് പോവാണ്. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ വഴി കണ്ടെത്താറ്, അല്ലെങ്കിൽ നെയ്ബർ മാപ്പ് യൂസ് ചെയ്യാം. ഈ ഒരു കക്കാവോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. കൊറിയൻസ് വാട്സാപ്പ് യൂസ് ചെയ്യാറില്ല, അവർ കക്കാവോ ടോക്കാണ് യൂസ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളൊരു ഷോപ്പിൽ കയറിയിട്ട് അവിടെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. അപ്പോൾ ഇങ്ങനെ കുറേ ജാക്കറ്റ് ഉണ്ട്. ഇവിടെ വിൻ്റർ ആണല്ലോ ഇപ്പോൾ, അപ്പോൾ ഈ ജാക്കറ്റൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ ജാക്കറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ വില എത്രയാണെന്നറിയോ? 4,29,000 വോൺ. ഓക്കെ, അത് നമ്മുടെ ഒരു 25,000 വരും. 25,000 റുപ്പീസ്. ബട്ട് ഇവിടെയുള്ള നോർമൽ ആൾക്കാരും ഇത്രയും പ്രൈസി ആയിട്ടുള്ള ജാക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വാങ്ങാറ്. നമ്മൾ വിചാരിക്കും സെലിബ്രിറ്റീസ് മാത്രമേ ഇങ്ങനെ ഭയങ്കര വില കൂടുതലുള്ള ഡ്രസ്സൊക്കെ ഉപയോഗിക്കുള്ളൂ. അങ്ങനെയല്ല. കൊറിയയിലുള്ളൊരു പ്രത്യേകത, ആൾക്കാർ ഭയങ്കര ഡ്രസ്ഡപ്പ് ആയിട്ടാണ്, ഭയങ്കര അപ്പിയറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മൾ നടന്നു പോയപ്പോൾ വേറൊരു കടയിൽ കയറി. അപ്പോൾ വിൻ്റർ ആയപ്പം വിൻ്റർ ഡ്രസ്സുകളാണ് ഇപ്പോൾ എല്ലാ ഷോപ്പിലുള്ളത്. തൊപ്പിയാണെങ്കിലും ജാക്കറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ സ്കാർഫ് ആണെങ്കിലും ഗ്ലൗസ് അങ്ങനത്തെ കുറേ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കൊറിയയിലുള്ള ഫാഷൻ. ഇങ്ങനത്തെ ഡ്രസ്സാണെങ്കിലും ഭയങ്കര വിലയാണ് കേട്ടോ. നമുക്ക് നോർമൽ ചുമ്മാ ഒരു ഡ്രസ്സൊന്നും പോയി വാങ്ങിക്കാൻ പറ്റില്ല. കൊറിയൻ ഫാഷനിൽ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ടൈപ്പിലുള്ള പാൻറ്റ് എന്ന് പറയുന്നത്. ഇതെനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ട്രയൽ റൂം ഇല്ല. ഓക്കെ, നമുക്ക് ചുമ്മാ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ ട്രയൽ റൂമിൽ പോയിട്ട് ട്രൈ ചെയ്ത് വാങ്ങിക്കാൻ പറ്റില്ല ഇവിടെ. അപ്പോൾ സൈസൊന്നും ഓക്കെ ആവില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പാൻറ്റൊക്കെ നമുക്ക് ഓൺലൈൻ വാങ്ങിക്കുന്നതാണ് നല്ലത്. കുറേ ഓൺലൈൻ സൈറ്റ്സ് ഉണ്ട് ഇവിടെ. പകൽ കാണുന്ന ഹോങ്ഡേ സ്ട്രീറ്റ്സും രാത്രി കാണുന്ന ഹോങ്ഡേ സ്ട്രീറ്റ്സും ഭയങ്കര ഡിഫറൻസാണ്. അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ പിന്നെ ഇങ്ങനെ സ്ട്രീറ്റ്സിലൂടെ നടക്കുമ്പം, ഇത് ഹോങ്ഡേയിൽ മാത്രമല്ല, ഇവിടെ ഇങ്ങനെ കൊറിയൻ സ്ട്രീറ്റ്സിലൂടെ നടക്കുമ്പോൾ BTS, TXT, 17, TWICE അങ്ങനെ കുറേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ K-pop സോങ്സും ഇങ്ങനെ കേൾക്കാം. K-pop ഫാനായിട്ടുള്ള ഒരാൾക്ക് ആ ഒരു ഫീലിംഗ് ഭയങ്കരമായിട്ട് മനസ്സിലാവും. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ഡോഗ് കഫേയിൽ എത്തിയിട്ടോ. സണ്ണീനെ എന്നാണ് ഈ ഒരു ഡോഗ് കഫേൻ്റെ പേര്, അല്ലെങ്കിൽ സണ്ണീസ് ഡോഗ് കഫേ. അപ്പോൾ നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു നോട്ടീസ് ബോർഡൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ കയറി ചെല്ലുകയാണ്.
അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഡോഗ്സ് കുരയ്ക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. നമ്മൾ എൻട്രൻസിലെത്തുമ്പോൾ തന്നെ എല്ലാ ഡോഗ്സും നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അവർ ഭയങ്കര ക്യൂരിയസ് ആണ്, ആരാ ഇന്ന് വന്നത് എന്നുള്ളൊരു ക്യൂരിയസ്. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ ഒരു ഡോഗ് കഫേയിൽ പോകുക എന്നുള്ളത്. ഞാനാണെങ്കിൽ വീട്ടിൽ ഡോഗ്സിനെ വളർത്തി എനിക്ക് പരിചയമില്ല. പക്ഷെ എന്നാലും ഇവിടെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡോഗ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഒബ്വിയസ്ലി ട്രെയിൻഡ് ഡോഗ്സ് ആയിരിക്കും, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഡോഗ്സിനെ കാണാൻ, അതുപോലെ തന്നെ അവരെ പെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. വേറെയും പല ആൾക്കാരും ഉണ്ടാവും ഇവിടെ. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളടുത്ത് അവർ സൈഡിലിരിക്കാൻ പറയും. അതൊരു ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളടുത്ത് അങ്ങനെ പറയുന്നത്. ഇവിടെ ഒരു 1.5 hour നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുക. അതിനുള്ളൊരു പ്രൈസ് എന്ന് പറഞ്ഞത് 11,001 ആണ്. നമ്മളൊരു 600 to 700 rupees വരും. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. ഇങ്ങനെ നിങ്ങൾക്ക് ഡോഗ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഈ ഒരു ഡോഗാണ് എനിക്കിവിടെ ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് BTS വീൻ്റെ ഡോഗിനെ അറിയില്ലേ, യോൺതാൻ, ആ ഒരു ഇനത്തിൽപ്പെട്ട ഡോഗാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇവർക്ക് എന്താ പറയുക, ഇങ്ങനെ ഒതുങ്ങി പതുങ്ങിയിരിക്കാനാണ് ഇഷ്ടം. അവർക്ക് എടുക്കുന്നൊന്നും ഇഷ്ടമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു മൂലയ്ക്കിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുകയൊക്കെ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ഇവിടെയുള്ള ഡോഗ്സൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. നമ്മളിങ്ങനെ പെറ്റ് ചെയ്യണ കാണുമ്പോൾ അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ വരും, നമ്മളെ മടിയിൽ കയറിയിരിക്കും. നമുക്ക് ഭയങ്കര ഒരു റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ആവും ഇവരുടെ കൂടെ നമ്മളിങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്കും സ്ട്രെസ്സൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചുമ്മാ അടുത്ത് ഡോഗ് കഫേ ഒക്കെ ഉണ്ടെങ്കിൽ പോയി നോക്കിയാൽ മതി. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുകയാണ്. പോകുമ്പോഴും ഇവരിങ്ങനെ നമ്മുടെ ഡോറിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സൈറ്റാണ് ഇതൊക്കെ. അങ്ങനെ എങ്ങനെയായാലും നമ്മൾ ഡോഗ് കഫേന്ന് ഇറങ്ങി നെക്സ്റ്റ് നമ്മൾ പോയത് ഒരു അടുത്തുള്ളൊരു സ്നാക്ക് കഫേയിലോട്ടാണ്. സ്നാക്ക് കഫേ അല്ല, സ്നാക്ക് സ്റ്റോറിലോട്ടാണ്. നമ്മളിവിടെ ചുമ്മാ കയറിയതാണ്. ഇവിടെ സ്നാക്സ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന്. അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സ്നാക്ക്. ഈ കൊറിയക്കാരുടെയും ജാപ്പനീസിൻ്റെ ഒക്കെ പ്രത്യേകത ഇതാണ്. അവരുടെ സംഭവങ്ങളൊക്കെ, അവരുടെ ഐറ്റംസൊക്കെ ഭയങ്കര ക്യൂട്ടായിരിക്കും. പക്ഷെ നമ്മളങ്ങനെ ചുമ്മാ ഒന്നും സാധനം വാങ്ങിക്കാൻ പറ്റില്ല. ഇവിടെയും ഭയങ്കര എക്സ്പെൻസീവാണ് ഐറ്റംസൊക്കെ. ആൻഡ് വെറെവർ യു ഗോ യു സീ BTS. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ക്യാൻഡിയാണ് ഈ ഒരു ഗ്രേപ്പ് ക്യാൻഡി എന്ന് പറയുന്നത്. സോ നമുക്കിത് വാങ്ങിക്കാം. ഇപ്പോൾ നിങ്ങളൊരു പാട്ട് കേട്ടില്ലേ, ആ പാട്ട് ഇങ്ങനെ അടിപൊളിയായിരുന്നില്ലേ? അപ്പോൾ നമുക്കത് ആരാ പാടിയെന്ന് കണ്ടുപിടിക്കാം. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്ക് പാട്ട് പാടി കഴിഞ്ഞിരുന്നു. പക്ഷേ പാട്ട് പാടിയ ആളെ നമ്മൾ കണ്ടെത്തി. നോക്കി, അതൊരു കുഞ്ഞു വാവയായിരുന്നു പാടിയത്. ഞാനേതോ വലിയൊരു ആളാണ് പാട്ട് പാടിയെന്ന് വിചാരിച്ചായിരുന്നു. പാട്ട് അടിപൊളിയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോയതൊരു ഫോട്ടോ ബൂത്തിലോട്ടായിരുന്നു. ആ ഫോട്ടോ ബൂത്തിൽ ഫുള്ള് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളിങ്ങനെ ഫോട്ടോ ബൂത്തിൽ പോയാൽ എപ്പോഴും ഫോട്ടോ എടുക്കുകയൊന്നുമില്ല കേട്ടോ. കാരണം ഫോട്ടോ എടുക്കാൻ നമുക്ക് പൈസ കൊടുക്കണം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ചുമ്മാ ഈ ഒരു പ്രോപ്സൊക്കെ വെച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഹോങ്ഡേ സ്ട്രീറ്റ്സിലൂടെ തെരാപാര അങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഒരു തങ്കുലു കണ്ടത്. തങ്കുലു നിങ്ങൾക്കറിയില്ലേ? ഇതാണ് തങ്കുലു. തങ്കുലു നമ്മുടെ ഫ്രൂട്ട്സ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഫ്രൂട്ട്സ് ഐസിലൊക്കെ മുക്കിയിട്ട് അങ്ങനെയാണ് സംഭവം ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമുക്ക് ഗ്രേപ്പിലുണ്ടാവും, സ്ട്രോബെറി ഉണ്ടാവും, ഓറഞ്ച് ഉണ്ടാവും, അങ്ങനെ പല ഐറ്റം ഉണ്ടാവും. ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു. സ്ട്രോബെറി ഭയങ്കര സ്വീറ്റായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ഐസായത് കാരണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പല്ലൊക്കെ പുളിക്കുന്നുണ്ടായിരുന്നു. അതാണ് ആ ഒരു എക്സ്പ്രഷൻ, അല്ലാണ്ട് ടേസ്റ്റ് ഇല്ലായിട്ടല്ല. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇറ്റ്സ് കോൾഡ് പുളി, തണുപ്പ്. നെക്സ്റ്റ് നമ്മൾ പോയത് ഹോങ്ഡേൻ്റെ പോഷ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് കുറേ ബ്രാൻഡഡ് ഷോപ്സ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ ഈ ഒരു സൈഡിലോട്ട് വന്നാൽ മതി. പിന്നെ അതുപോലെ ക്രിസ്മസ് ഒക്കെ ആയ കാരണം ക്രിസ്മസ് ഡെക്കറേഷൻസും അധികം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു മോളിലോട്ടാണ് വന്നത്. ഇവിടെ സ്പാവോ ഷോപ്പുണ്ട്. അപ്പോൾ എനിക്കൊരു ജാക്കറ്റ് വാങ്ങണമായിരുന്നു. കാരണം വിൻ്ററൊക്കെ അല്ലേ, പുറത്ത് -ഡിഗ്രിയാണ്. നമുക്ക് നോർമൽ ജാക്കറ്റിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വാങ്ങേണ്ടിയിരുന്നത് ബ്ലാക്ക് ആയിരുന്നു, പക്ഷേ ഇവിടെ വൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചുമ്മാ ഇട്ട്
നോക്കിയതാണ്. യൂഷ്വലി എനിക്ക് വൈറ്റ് ചേരില്ല എന്നുള്ളൊരു ഇതെനിക്കുണ്ട്, പക്ഷേ അത്ര മോശമില്ല അല്ലേ, കൊള്ളാം. പക്ഷെ നമ്മളിത് വാങ്ങിച്ചില്ല. നമ്മൾ അപ്പുറത്ത് സ്പാവോയിൽ പോയിട്ട് ബ്ലാക്ക് വാങ്ങിച്ചു. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ ഷോപ്പാണ്. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ക്രിസ്മസ് ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ ക്യൂട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് ഇവിടെയുള്ള ഐറ്റംസിൻ്റെ പ്രൈസ് നോക്കാം. ഇത് നമ്മൾ കുളിക്കുമ്പം ഉപയോഗിക്കുന്ന സ്ക്രബ്ബറാണ്. ഇതിന് പ്രൈസ് എന്ന് പറയുന്നത് 3900 ആണ്. അതായത് നമ്മുടെ ഒരു 250 രൂപ വരും. അത്രയും പൈസ കൊടുത്ത് കുളിക്കുന്ന സ്ക്രബ്ബർ വാങ്ങിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ ഇറ്റ്സ് ക്യൂട്ട്. ഓക്കെ, നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം. 우리 귀엽지? 그럼 가져가. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പം സബ്വേ പിടിച്ചിട്ട് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ കൊറിയയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. സബ്വേ ആണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് സബ്വേ ആണ് പിടിക്കേണ്ടത്, ഏത് ലൈനിനാണ് നമ്മൾ കയറേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പം ഞാനിപ്പം റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുകയ്ക്ക് പോകുന്നുണ്ട്, അത്രയും തണുപ്പാണ്. ഇപ്പോൾ സമയം എത്രയായി? 9:30 സമയം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.